പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചർച്ചിൽ വരുന്നതും കർത്താവിൻ്റെ ദാസൻ പ്രിയ ടോവി പാസ്റ്ററോടൊപ്പം ആയിരിക്കുന്നതും എപ്പോഴും അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എനിക്കൊരു 7-8 വയസ്സ് പ്രായം മുതൽ കർത്താവിൻ്റെ ദാസനുമായിട്ട് ഉള്ള അഭേദ്യമായ ബന്ധം ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ട്. മല്ലപ്പള്ളിയിൽ ചർച്ച് പയനിയർ ചെയ്യുന്ന സമയം തുടങ്ങി ആ ബന്ധം കാത്തു സൂക്ഷിപ്പാനും പിന്നീട് ഞാൻ 2007 SABCയിൽ പഠിക്കാൻ വരുന്ന സമയത്ത് പിന്നെയും അത് തുടരുവാനും പിന്നെ സയാക്സിൽ പഠിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ഇംഗ്ലീഷ് സർവീസും ഒക്കെ ആയി. അങ്ങനെ വളരെ നല്ല ഊഷ്മളമായ സന്തോഷമുള്ള അനുഭവം ഇത്രയും വർഷം കർത്താവ് ഒരുമിച്ച് നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ദിവസം ഈ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ സ്നേഹിതരും കൂട്ടുകാരും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ കർത്താവ് പ്രകാശിപ്പിച്ച ഒരു വാക്യഭാഗം ഒരുമിച്ചൊന്ന് ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനുമാണ് താല്പര്യപ്പെടുന്നത്. അതിന് കുറിവാക്യമായിട്ട് എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് വായിപ്പാൻ താല്പര്യപ്പെടുന്നത്. മതി. പൗലോസിൻ്റെ ലേഖനങ്ങൾ പൊതുവെ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഒന്നുകൂടെ കേൾക്കുന്നതിൽ തെറ്റില്ല. എല്ലാ ലേഖനങ്ങളും ക്രൈസിസ് മാനേജ്മെൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താൻ പയനിയർ ചെയ്ത ശുശ്രൂഷിച്ച സഭകളിൽ 1-2 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. താൻ നേരിട്ട് പോകാത്ത കൊലോസ്യ ലേഖനം അവിടെ പോയിട്ട് പോലും ഇല്ല. താൻ പയനിയർ ചെയ്ത ചർച്ചല്ല. മറ്റെല്ലാ ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസ് തന്നെ സ്ഥാപിച്ച് അവിടെ ശുശ്രൂഷിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ എന്തോ പ്രയാസമുണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി ആത്മാവിലും കേട്ടുകേൾവിയിലും, അത് ഒരുപക്ഷെ 2-ാമത്തെ കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല, എല്ലാം വെളിപ്പെട്ട് കിട്ടണമെന്നാണ് ചിലരുടെ ധാരണ. പക്ഷേ പൗലോസ് കൊരിന്ത് ലേഖനം എഴുതിയിരിക്കുന്നത് ക്ലോവയിലെ ആൾക്കാർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, അത് കേട്ടിട്ടാണ് എഴുതുന്നത്. എല്ലാ എഴുത്തുകളും ക്രൈസിസ് മാനേജ്മെൻറ്റാണ്. സംതിങ് ഈസ് റോങ്, അത് കണ്ടിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ലേഖനങ്ങളാണ് പൗലോസ് ലേഖനങ്ങൾ മുഴുവനും. ലേഖനങ്ങൾക്കുള്ള ഒരു ഘടനയെന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഒരിക്കലും പൗലോസ് തിരുത്തലിൻ്റെ കാര്യം പറയത്തില്ല. എല്ലാ ലേഖനങ്ങളുടെയും ആദ്യ ഭാഗം അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ക്രിസ്തുവേശുവിൽ നമ്മൾ പുതുതായി തീർന്നതിനെക്കുറിച്ച് അങ്ങനെയുള്ള വേദശാസ്ത്രപരമായ കാര്യമാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്നത് പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ. സാധാരണ ഇതിൻ്റെ റിവേഴ്സ് ആയിപ്പോവും ചിലപ്പോഴൊക്കെയും നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും അരുത് പിന്നീടാണ് പറയുന്നത് നമ്മൾ ദൈവമക്കളാണെന്ന്. പക്ഷേ പൗലോസിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. ആദ്യം പറയുന്നത് നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ്, രക്ഷിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് ഇനി ഇത് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ റോമാലേഖനം ആദ്യത്തെ 11 അധ്യായങ്ങളിൽ പറയുന്നത് വേദശാസ്ത്രമാണ്. നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു, നമുക്ക് പ്രത്യാശ നൽകി. 12-ാം അധ്യായം തുടങ്ങുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ 11 അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യം അനുസരിച്ച് ഇനി ജീവിക്കണം, പ്രാക്ടിക്കൽ. ഗലാത്യ ലേഖനം അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 4 അധ്യായങ്ങളിൽ യേശുവിൽ നമ്മൾ ആരാണ്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, ദത്തെടുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 5-ാം അധ്യായം മുതൽ പറയുകയാണ് ഇനിയും ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ഇനിയും ജഡത്തിൽ വിതയ്ക്കരുത്. ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും. പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് പറയുന്നു. ഈ എഫേസ്യ ലേഖനവും നമ്മൾ അടുത്ത് വരുമ്പോൾ 2 കാര്യം ഞാനിപ്പോൾ പറഞ്ഞു, ആ 2 കാര്യവും ഇതിനകത്ത് കാണാം. ഒന്ന്, ഇതൊരു ക്രൈസിസ് ആണ്. FSS ചർച്ചിൽ ഒരു പ്രശ്നം ഉണ്ടായി. 2-ാമത്തെ കാര്യം, താൻ വേദശാസ്ത്രപരമായ കാര്യങ്ങൾ 3 അധ്യായങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് 4-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ച്, കർത്തൃ സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ഇനി നടക്കണം. എവിടെ വിളിയെക്കുറിച്ച് പറഞ്ഞ? 1-ാം അധ്യായത്തിലാണ് പറഞ്ഞത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു, പ്രത്യാശ നൽകിയിരിക്കുന്നു, ഇനിയും
വിളി പ്രകാരം നിങ്ങൾ നടക്കണം എന്ന് ഞാൻ പറയുമ്പോൾ നമുക്കും തെറ്റിദ്ധാരണ കാണും, വെളിയിലുള്ളവർക്ക് നല്ലപോലെ തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ എന്തിനാണ് പെന്തിക്കോസ്ത് സഭകളിൽ വന്ന് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് ആൾക്കാർക്ക് പൊതുവെ വലിയ തെറ്റിദ്ധാരണയുണ്ട്. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. മൂവാറ്റുപുഴയിൽ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി നിന്ന സമയത്ത് വേറൊരു മതത്തിൽ നിന്നുള്ള ഒരു യൗവനക്കാരനാണ്, ഒരു 32 വയസ്സ് കാണും. എൻ്റെ അടുക്ക് വന്ന് ഇങ്ങനെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ തുടങ്ങി. സംസാര മധ്യത്തിൽ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബൈബിൾ കോളേജിൽ ഞാൻ പഠിപ്പിക്കുകയാണ്, പിന്നെ സുവിശേഷം പറയാൻ വേണ്ടി പലയിടങ്ങളിൽ പോകും. അടുത്ത വാക്ക് എന്നോട് പറഞ്ഞത്, നല്ല ബെനിഫിറ്റ് കാണുമല്ലേ, നല്ല ബെനിഫിറ്റ് കാണും. ഞാനിങ്ങനെ കണ്ടു നോക്കി, എന്താ ഈ സഹോദരൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല വിദേശത്തൊക്കെ പോകാനുള്ള സാധ്യത കാണുമല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, വിദേശത്ത് പോകാനാണെങ്കിൽ ഈ ബൈബിൾ കോളേജും സുവിശേഷവും നല്ലതായിട്ട് പഠിച്ച് ജോലി ചെയ്താൽ വിദേശത്ത് പോരോ? അപ്പോൾ പെന്തിക്കോസ്തിൽ വരുന്നതിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ഈ മനുഷ്യൻ്റെ ധാരണ എന്ന് പറയുന്നത് നല്ല ബെനിഫിറ്റ് എന്തോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് വന്നത്. ഇത് വെളിയിലുള്ളവരുടെ മാത്രം പ്രശ്നമല്ല, അകത്തുള്ളവരുടെയും പലരുടെയും ധാരണ നമ്മളെ വിളിച്ചതും വീണ്ടെടുത്തതും രക്ഷിച്ചതുമല്ല എന്തോ വലിയ സംഭവമാക്കാൻ വേണ്ടി. സംഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആരും കയറാത്ത വണ്ടിയെ കയറ്റി ആരും പോകാത്ത ഇടങ്ങളിൽ പോയി ഇങ്ങനെ ഒരു ഉല്ലാസ ജീവിതത്തിന് ഒരു എളുപ്പമാർഗത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ ലേഖനങ്ങൾ മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന കാര്യം, അതിന് അത്യാവശ്യമായിട്ട് ബൈബിൾ കയ്യിൽ വേണം, എന്നാലേ ഈ ഞാൻ പറയാൻ പോകുന്നത് ഇനിയും മനസ്സിലാകത്തുള്ളൂ. കാരണം കേട്ടിരുന്നാലെല്ലാം ഓർക്കാനൊക്കത്തില്ല. അത് തുറന്ന് അങ്ങനെ തന്നെയാണോ? കാരണം ഞാൻ ഈ വാക്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ. പല പ്രാവശ്യം എഫേസ്യ ലേഖനം വായിച്ചിട്ടുണ്ടെങ്കിലും ഈ കുറച്ച് വാക്യങ്ങൾ ആദ്യമായി കാണുന്ന പോലെ എനിക്ക് തോന്നി. അതെന്നെ ഒരുപാട് സ്പർശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെയും അതങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ 5-ാം അധ്യായം 1-ാം വാക്യം ഇതുവരെ ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലൊന്ന് നോക്കിയാൽ ഫസ്റ്റ് വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ആകയാൽ. അത് പോയില്ല, ഞാൻ വായിച്ചോളാം, ഞാൻ എല്ലാ വാക്യങ്ങളും വായിച്ചോളാം. ആ വാക്യത്തിൻ്റെ വായനയിൽ പോരുത്. ആകയാൽ എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞു, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൻ പ്രകാരം. ആകയാൽ അടുത്ത വാക്ക് പ്രിയ മക്കൾ എന്ന പോലെ. എവിടായി മക്കളായി തീർന്നത്? 1-ാം അധ്യായത്തിലാണ് പറഞ്ഞത് മക്കളായി തീർന്നതിനെ കുറിച്ച്. 1-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. പ്രത്യേകിച്ച് 6-ാമത്തെ വാക്യമൊക്കെ വരുമ്പോൾ ദത്തെടുക്കുന്നതിനെ കുറിച്ച് തിരുഹിതപ്രകാരം പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുത്തു, നമ്മൾ മക്കളായി. ആ വാക്ക് സൂചിപ്പിക്കുക പിന്നെയും ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ. നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ, വീണ്ടും ജനിച്ചെങ്കിൽ, മകനായി തീർന്നെങ്കിൽ പ്രിയ മക്കൾ എന്ന പോലെ. അടുത്ത പദമാണ്, വലിയൊരു പദമാണത്, ദൈവത്തെ അനുകരിപ്പീൻ. പൗലോസ് സാധാരണ പറയുന്നത് എന്നെ അനുകരിപ്പീൻ എന്നതാണ്. വാക്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. ചിലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഫോളോ ദി എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. പൗലോസിന്റെ 13 ലേഖനങ്ങളിൽ ഒരിടത്ത് മാത്രമേ ഉള്ളൂ ഈ പദം. ഏത് പദം? ആരെയെ അനുകരിക്കണ്ടേ? എന്നെയല്ല, മനുഷ്യ അവതാരമായി വന്ന യേശുവിനെയല്ല, ദൈവത്തെ അനുകരിക്കണമെന്ന്. ഞാൻ 2 ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ പരിഭാഷ വായിക്കാം, അതൊന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ, ഇഫ് യു ക്യാൻ ഗെറ്റ് ദാറ്റ് ആപ്പ് എന്ന് പറയുന്ന മൊബൈൽ പ്ലേ സ്റ്റോറിൽ ദ മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് കണ്ടംപററി ഇംഗ്ലീഷാണ്. നമുക്ക് വാക്യങ്ങൾ ഫ്രഷായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 5-1 മെസ്സേജ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വാച്ച് വാട്ട് ഗോഡ് ഡസ്. ദൈവം ചെയ്യുന്നത് എന്തോ ചെയ്യണം? വാച്ച് വാട്ട് ഗോഡ് ഡസ് ആൻഡ് ദെൻ യു ഡു ഇറ്റ് ലൈക്ക് ചിൽഡ്രൻ ഹു ലേൺ പ്രോപ്പർ ബിഹേവിയർ ഫ്രം ദെയർ. അടുത്ത വാക്കൊന്ന് പൂരിപ്പിക്കാമോ? ചിൽഡ്രൻ ലേൺ, ഓഫ് കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫ്രം ദെയർ പേരൻസ്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു പറച്ചിലുണ്ട്, ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. അപ്പോഴേ ഈ അനുകരണം എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കുന്നത്,
നമ്മുടെയൊക്കെ വീടുകളിൽ ലാൻഡ് ഫോൺ ആയിരുന്നല്ലോ. ഈ മൊബൈലിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നതിന് മുമ്പ് ലാൻഡ് ഫോണിൽ അയിരൂര് വീട്ടിൽ ലാൻഡ് ഫോൺ, എൻ്റെ ഒരു 7-8 ക്ലാസ്സൊക്കെ സമയത്ത് ലാൻഡ് ഫോൺ അടിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ചാടി കയറി എടുക്കുന്ന ആ ഒരു ഇതുണ്ട്. അപ്പോൾ എടുത്തിട്ട് ഞാൻ എൻ്റെ ശബ്ദമെല്ലാം മാറ്റി പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പുറത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത് പപ്പാണെന്നുള്ള ഇതിൽ ഞാൻ അതുപോലെ പ്രൈസ് ദി ലോർഡ് എല്ലാം പറഞ്ഞ്, പാസ്റ്റർ ഇന്ന ദിവസം ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞു, അത് ഇതെല്ലാം പറഞ്ഞു, അവസാനം എൻ്റെ ശബ്ദത്തിൽ വന്ന് ഞാൻ പറയും, ഞാൻ ജോമോന പപ്പാടെ കൊടുക്കാമെന്ന് പറയും. അതൊരു തമാശയായിരുന്നു ആ ദിവസങ്ങൾ. പപ്പായെ പോലെ അനുകരിക്കുക, ശബ്ദം. കുഞ്ഞ് ഇപ്പം നവംബർ 4-ാം തീയതി 3ാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ ആദ്യത്തെ നോട്ടം, സാരയുടെ മമ്മി ഒരു വശം എന്ന് പറഞ്ഞു, അയ്യോ മൂക്ക് കണ്ടോ, കണ്ണ് കണ്ടോ. ഞാൻ നോക്കുന്ന ചെവി. കാരണം സേറായുടെ ചെവിക്കൊരു പ്രത്യേക മടക്കാണ്. ഇത് സേറായുടെ മടക്കാണോ എൻ്റെ മടക്കാണോ? അതാണ് എനിക്ക് ആദ്യം കാണേണ്ടത്. ആദ്യം ഞാൻ നോക്കിയതാ. അപ്പം ആദ്യം നോക്കിയപ്പോഴേ മനസ്സിലായി സേറായുടെ മടക്കല്ല. അപ്പം എന്നെപ്പോലെ എന്തേലും കാണും. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ ഇരിക്കണം. അപ്പം ഇപ്പം 3 കുഞ്ഞുങ്ങൾ 2 വർഷത്തിനിടെ ആയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആരെ പോലെ ആ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതെന്നുള്ളത്, ആരാ കാണാൻ വരുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സേറയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സേറയെ പോലെ 3 പേരും. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്നാണ് ആരെങ്കിലും വന്നെങ്കിൽ ജോമോനെ പറിച്ചു വെച്ചിരിക്കും, ആ കണ്ണ് കണ്ടില്ലേ. ആരെ പോലെ ഇരിക്കുന്നതെന്നുള്ളത്, ആരാ കാണാൻ വരുന്നതെന്നുള്ളത് ആശ്രയിച്ചിരിക്കും. ഇവിടെ പറയുന്ന കാര്യം, നമ്മൾ പ്രിയ മക്കളാണെങ്കിൽ ദൈവത്തെ അനുകരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ ആഗ്രഹമാണ് മാതാപിതാക്കൾക്ക് നമ്മളെപ്പോലെ കുഞ്ഞുങ്ങൾ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ. അല്ല വല്ല സ്വഭാവ ദൂഷ്യം വല്ലം, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ചെവിയുടെ കാര്യം പറഞ്ഞില്ലേ, ചെവിയുടെ കാര്യം പറഞ്ഞ് ഇപ്പം വലിയ സന്തോഷമാണ്. പക്ഷേ 14-ാമത്തെ വയസ്സിൽ 15-ാമത്തെ വയസ്സിൽ എന്തേലും അഷഡ് കുരുത്തക്കേട് കാണിച്ചാൽ ആദ്യം പറയും, ഇത് എവിടുന്ന് കിട്ടിയതാ ഈ സ്വഭാവം എന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറയാൻ സാധ്യതയുണ്ട്. എന്തേലും ദോഷം കണ്ടാൽ അതെൻ്റെ അല്ല, എന്തേലും നല്ലത് കണ്ടാൽ അതെൻ്റെയാ. അങ്ങനെ നമ്മൾ. അപ്പോൾ ഈ 5-1 പറയുന്നത്, നമ്മൾ ദത്തെടുക്കപ്പെട്ട പ്രിയമക്കളാണെങ്കിൽ ദൈവത്തെ, അതിൽ കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഇല്ല. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തെ അനുകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ചില കമൻറ്റേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വില്യം ബാർക്ലേ എന്ന് പറയുന്ന ഒരു വലിയ പ്രസിദ്ധനായ, നിങ്ങൾ ചിലെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ ചില പേരുകൾ പറയുന്നത്, ആർക്കെങ്കിലും ബൈബിൾ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ആ മെസ്സേജ് ബൈബിളിനെ കുറിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നോക്കണം, ഇപ്പം ഇത് നോക്കണ്ട, കഴിഞ്ഞിട്ട് നോക്കണം. വില്യം ബാർക്ലേ നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ 5-1 കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഇൻ ദ വേൾഡ്. ഇതിനെക്കാട്ടി വലിയൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനില്ല. ദൈവം പറയുകയാണ്, പൗലോസ് പറയുക, നിങ്ങൾ പ്രിയ മക്കളാണെങ്കിൽ അനുകരണത്തിൻ്റെ ലെവലിരിക്കുന്നത് മനുഷ്യനല്ല, എന്നെ അനുകരിക്കാനല്ല പറയുന്നത്, യേശുവിനെയൊന്നുമല്ല പറയുന്നത്, ദൈവത്തെ, ദ അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് സെറ്റ്. എന്താ ഇങ്ങനെ പറയാൻ കാര്യമെന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ചിന്തയിൽ ഞാൻ ഉൾക്കൊള്ളിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്താ പ്രധാന കാര്യം ചോദിച്ചാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു വലിയ കാര്യം അപകടമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരും. ആ അപകടത്തെക്കുറിച്ച് 4-25 വാക്യം മുതൽ പറഞ്ഞിട്ടാണ് ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാൻ പറയുന്നത്. 4-25 മുതൽ വിശ്വാസികളോട് പറയുകയാണ്, 5 കാര്യങ്ങൾ താൻ പറയുകയാണ്. 5-ാമത്തെ കാര്യത്തിൽ, 5th കാര്യത്തിൻ്റെ കീഴിൽ തന്നെ ഉണ്ട് 6 കാര്യം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്, വലിയ ലിസ്റ്റ്. പക്ഷെ 5ആയിട്ട് നമുക്കതിനെ ചിന്തിക്കാം. പൗലോസ് പറയുകയാണ്, വിശ്വാസികളെ ദൈവത്തെ പോലെ ആക്കാതിരിക്കുന്ന 5 കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ പോലെ ആകണേ. കാരണം ശ്രദ്ധിച്ചില്ല എങ്കിൽ യുവർ ഫേസ് വിൽ നോട്ട് ലുക്ക് ലൈക്ക് ഗോഡ്, യുവർ ഫേസ് വിൽ ലുക്ക് ലൈക്ക് സംബഡി എൽസ്. അതാരാണെന്നുള്ളത് 4-25 മുതലുണ്ട്. 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം
സംസാരിപ്പീൻ. ആരോടാ ഇത് പറയുന്ന? അവിശ്വാസികളോടാണോ വിശ്വാസികളോടാണോ? എത്ര വർഷമായി അവർ വിശ്വാസികളായിട്ട്? കുറഞ്ഞത് 10 വർഷമെങ്കിലുമായി. ആരാ ഇവരെ ബൈബിൾ പഠിപ്പിച്ചത്? അപ്പോസ്തലനായ പൗലോസ്. എത്ര വർഷം പഠിപ്പിച്ചു? 3 വർഷം. അപ്പോസ്തലനായ പൗലോസിൻ്റെ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് നമുക്കാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കത്തില്ല. 3 വർഷം ബൈബിള് പഠിച്ചവരോട് പറയുകയാണ്, ബേസിക് കാര്യം പറയുകയാണ്, എന്തോ ഉപേക്ഷിക്കണം? ഭോഷ്ക്. ലൈ. ഡു നോട്ട് ലൈ ടു ഈച്ച് അതർ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഈ വാക്യങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസവും പകലിൽ ഞാൻ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ വാക്യഭാഗങ്ങൾ ദൈവം ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന് ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയാം. എന്തുവാ ഇവിടെ പറയുന്ന ഭോഷ്ക് എന്ന് പറയുന്നത്? എവിടെ പോയായിരുന്നു ബ്രദറെ? അയ്യോ, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, ആള് കേരളത്തിലിരുന്ന് മീൻ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുക, എവിടെ ആയിരുന്നു? വീട്ടിലുണ്ടായിരുന്നു. ഇന്നെങ്ങും ഇറങ്ങിയില്ലേ? ഓ, വയ്യാന്നേ, കാലൊക്കെ വയ്യാന്ന്. അതെന്തുവാ നമ്മുടെ അർത്ഥത്തിൽ? ഭോഷ്ക, കള്ളം പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് അത് മാത്രമല്ല. അങ്ങനെ ഒരു പക്ഷേ നമ്മളിൽ ആരും തന്നെ അങ്ങനെ ഔട്ട്റൈറ്റ് ലൈ പറയാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് വീണ്ടും ജനനത്തെ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വീണ്ടും ജനിക്കപ്പെട്ട ഒരാൾക്ക് ആത്മാവിൻ്റെ സഹായത്തോടെ വീണ്ടും ജനനം നടന്നെങ്കിൽ കള്ളം പറയത്തില്ലെന്നല്ല പറയുന്നത്, ഒരു സെൻസിറ്റീവ്നെസ് ഉണ്ടാകും, സോഫ്റ്റ് ഹാർട്ട് ഉണ്ടാകും. അങ്ങനെ ഔട്ട്റൈറ്റ് കള്ളം പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് നടന്നാൽ, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ആത്മാവ് ആ വാക്ക് വരുന്നതിന് മുമ്പേ പറയത്തില്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ, കള്ളമാണ് നീ പറയാൻ നിർത്ത്. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി ഞാൻ വെളിയിലിറങ്ങിയില്ല, അകത്ത് പോയില്ല, അത് മാത്രമല്ല. ഇതിൽ പറയുന്ന അർത്ഥവ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അവിടെ സെക്കൻഡ്, ആദ്യം പറയുന്നത് ഭോഷ്ക് ഉപേക്ഷിച്ച്, പൗലോസിൻ്റെ റീസണിങ് എന്താ? ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. ആരാ ഈ കൂട്ടുകാരൻ? ആ വാക്യം പൂർത്തീകരിച്ചില്ല ഞാൻ. ആരാ കൂട്ടുകാരൻ? നാം തമ്മിൽ അവയവങ്ങളല്ലോ. അയ്യോ, ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ആരും മിണ്ടായിരിക്കുന്നത്? എൻ്റെ കൂടെ ഒന്ന് വായിച്ചാൽ കുഴപ്പമില്ല. നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പൗലോസ് ഭോഷ്കായി പറയുന്നത്? ചർച്ചാണിത്. നാം തമ്മിൽ അവയവങ്ങളാണ്. ഭോഷ്ക് ഉപേക്ഷിക്കണം. കാരണം ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട്, ഏത് കൂട്ടുകാരനാണ് ഇത്? ബികോമിന് പഠിച്ചപ്പോഴത്തെ കൂട്ടുകാരനല്ല ഇത്, ചർച്ചിനകത്തെ കാര്യമാണ് പറയുന്നത്. കാരണം നാം തമ്മിൽ അവയവങ്ങളല്ലോ. നമ്മൾ കൈക്കെങ്ങനെ കാലിനോട് കള്ളം പറയാനൊക്കും? കാരണം ഒരു ശിരസിൻ്റെ കീഴിലല്ലേ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ആ വാക്യത്തിൻ്റെ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കണം. ആ വാക്യം ഭോഷ്കിൻ്റെ അർത്ഥം പറയുന്നത് മാത്രമല്ല, ഞാൻ ഭോഷ്ക് ജീവിക്കുകയാ. ആരുടെ മുമ്പിൽ? എൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ. ഉദാഹരണം പറയാം. നമ്മൾ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബം. പക്ഷേ ചർച്ചിലുള്ള ഒറ്റയാളോടിത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഒരാൾ വന്ന് കൈ തന്ന് ചോദിക്കുകയാണ്, ബ്രദർ എന്താ മുഖത്ത് നല്ല സ്ട്രെസ്? എന്തോ എൻ്റെ മുഖത്തോ? എന്തോ അത് ഭോഷ്കാത്. എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ചോദിച്ചത് എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രദറിന്? എന്തായാലും നിങ്ങൾ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്? ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലേ. തിരിച്ചു പോകുന്ന വഴി പറയും, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, പറയാതെ നോക്കിക്കോണം. നാം തമ്മിൽ എന്തുവാ? പക്ഷേ പറയുമോ എന്തേലും? കാരണം എന്താ? വിശ്വാസമില്ല അടുത്ത ആളെ, ക്വാളിറ്റി ഇല്ല. ചർച്ച. പക്ഷേ ഇന്നാളിൽ ഒരാൾ പറഞ്ഞ പോലെ, വി ആർ ബിലീവേഴ്സ്
ബട്ട് സം പീപ്പിൾ ആർ നോട്ട് ബിലീവബിൾ. വിശ്വാസിയാ, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ഇച്ചിരി ശാരീരിക പ്രശ്നം. 2 ദിവസം കഴിഞ്ഞ് ഫോൺ വരുന്നത്, ടെസ്റ്റൊക്കെ ഓക്കെ ആണോ? ഏത് ടെസ്റ്റ്? അല്ല, അച്ഛൻ പറഞ്ഞായിരുന്നു എന്തോ വയ്യാന്ന്. ഇങ്ങനാ നമ്മുടെ സമൂഹം. അതുകൊണ്ട് പലർക്കും പേടിയാ പറയാൻ. ഒരു ഫിനാൻഷ്യൽ ഇച്ചിരി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, നാളെ കേൾക്കാൻ പോകുന്നത് ജപ്തി നോട്ടീസ് ഒട്ടിച്ചോ എന്നായിരിക്കും. ഞാൻ പറയുന്നത് വെളിയിലുള്ളവരെ കുറിച്ചല്ല, അകത്ത്. അപ്പോൾ ഇതൊരു വലിയ ഭാരമാണ് പൗലോസിൻ്റെ. തമ്മിൽ ഭോഷ്ക് പറയരുത്. ഒരേ ആത്മാവാണ് വ്യാപരിക്കുന്നതെങ്കിൽ, ഒരേ വീണ്ടെടുപ്പിൻ്റെ അവകാശികളായി മാറിയെങ്കിൽ നാം തമ്മിൽ അവയവങ്ങളാണ്. അവിടെ മാസ്കിൻ്റെ ആവശ്യം ഇല്ല. ഞാൻ വേറൊരു മാസ്ക് വെച്ച് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുവിശ്വാസിക്ക് ഞാൻ ആരാണെന്ന് അറിയാൻ ഒക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? നമ്മൾ യഥാർത്ഥമായിട്ട് ആരാന്നുള്ളത് മറ്റേയാൾക്ക് അറിയണം. അങ്ങനൊരു സമൂഹമാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുള്ള സഭ. അവിടെ വീക്ക് ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോങ് ആള്, അവൻ വീക്കാന്നുള്ളത് മനസ്സിലായി, അവനും പറഞ്ഞു ഐ ആം വീക്ക്, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഭോഷ്കല്ല അവൻ പറഞ്ഞത്. വീക്കായി ഇരുന്നപ്പോൾ പറഞ്ഞത് എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്നല്ല, അവൻ പറഞ്ഞത് എനിക്ക് സഹായം വേണം. അത് പറയാനുള്ള പക്വത അവനുണ്ടായിരുന്നു, അത് കേൾക്കാനുള്ള പക്വത മറ്റുള്ളവർക്കുണ്ടായിരുന്നു. അതാ ചർച്ച എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ അഭിനയം കാണിക്കുമ്പോൾ അവിടെ ഒരാൾ നീറുവാണ്. ആരാ നീറുന്നതെന്നറിയാമോ? 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പിശാചിനിടം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് 30-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത് അന്യഭാഷ പറയാതിരിക്കുന്നതല്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത് നിനക്ക് നിന്റെ ജീവിതം തുറക്കാൻ ഒക്കുന്നില്ല. നീ ഒരു മൂടി വെച്ച മാസ്ക് കൊണ്ടാണ് ചർച്ചിൽ വരുന്നത്. യു കനോട്ട് ട്രസ്റ്റ് യുവർ ബ്രദർ. ആരോടും പറയാതെ ഭോഷ്കിൽ ജീവിക്കുന്ന ആളിനോട് പൗലോസ് പറയുക, ദൈവത്തെ അനുകരിക്കണമെന്ന് പറയാൻ കാര്യം, ഈ ഭോഷ്ക് നിന്നെ ആരെ പോലെ ആക്കും. അവിടാണ് പ്രശ്നം. ഭോഷ്ക് നമ്മളെ ആരെ പോലെ ആക്കും? നിങ്ങളെല്ലാവരും വായിച്ചിട്ടില്ലേ യോഹന്നാൻ്റെ സുവിശേഷം? അതിൻ്റെ 8-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തിൽ, ഹു ഈസ് ദ ഫാദർ ഓഫ് ഓൾ ലൈസ്? ഇറ്റ് ഈസ് ഡെവിൾ. ഡെവിൾ. യോഹന്നാന് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊരു പദമാണ് ഈ ഭോഷ്ക് സത്യം തമ്മിലുള്ള കോൺട്രാസ്റ്റ്. 1 യോഹന്നാൻ 2:21-ലും 27-ലും പറയുന്നത് ഇങ്ങനെയാ, ലൈ, നോ ലൈസ് ഓഫ് ദ ട്രൂത്ത്, ദേ ആർ കംപ്ലീറ്റ്ലി അഗൻസ്റ്റ് ഗോഡ്. ലൈ എന്ന് പറയുന്നത് ഗോഡുമായിട്ട് ചേരുന്നൊരു മാച്ച് ദ ഫോളോയിങ് അല്ല. മാച്ച് ദ ഫോളോയിങ് നമ്മളെല്ലാവരും എഴുതിയിട്ടില്ലേ? ട്രൂത്ത് എന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തുവാ? ഗോഡ്. He is the way, the truth and the life. ഇവിടെ ലൈ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് പ്രതീക്ഷിക്കുന്നത് എന്തുവാ? അവിടെ പ്രതീക്ഷിക്കുന്നത് ജീസസും ഹോളി സ്പിരിറ്റും അല്ല. ലൈ മാച്ച് ആവുന്നത് സൈറ്റനുമായിട്ടാണ്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ആ 1,44,000 പേരെന്നുള്ള ആ കോൺസെപ്റ്റ് 14:5 വെളിപ്പാട് പുസ്തകം 14:5 പറയുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് എന്താ? ദേ ആർ പ്യുവർ and no lie is found in them. വീണ്ടെടുക്കപ്പെട്ടവരുടെ ലക്ഷണം എന്ന് പറയുന്നത് no lie. They are genuine, they are open, they are candid, transparent. അവർ തുറന്ന ജീവിതം ജീവിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ എല്ലാ കാര്യം എല്ലാവരോടും പറയാൻ ഒക്കത്തില്ല, അങ്ങനത്തെ സമൂഹമാണ്. എന്നാൽ ചർച്ചിനകത്ത് നമ്മളെ വേട്ടയാടുന്ന വിഷയങ്ങൾ,
നമ്മൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, അത് ഷെയർ ചെയ്യാനുള്ള ആ മാസ്ക് നമ്മൾ വിടുന്നില്ല എങ്കിൽ പൗലോസ് പറയുന്നത് ഇത് ഭോഷ്കാണ്. നാം തമ്മിൽ അവയവങ്ങളല്ലേ, കൈയുടെ പ്രശ്നം കാലറിയണ്ടേ, അല്ലെങ്കിൽ ഇത് തമ്മിൽ ബന്ധമില്ലല്ലോ. ഞായറാഴ്ച ചുമ്മാ എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. എഫേസ്യ ലേഖനം 4 പറയുന്നത് എന്താണെന്നറിയാമോ? നോക്കിയേ, 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആത്മാവിൻ്റെ, അടുത്ത വാക്ക് ഇമ്പോർട്ടൻ്റ് വാക്കല്ലേ, ഈ ഭോഷ്കുമായിട്ട് ബന്ധമുള്ളതല്ലേ. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്വീൻ. എന്നിട്ട് പറയുക താഴോട്ടുള്ള 5-ാമത്തെ വാക്യത്തിൽ, വിശ്വാസം 1, കർത്താവ് ഒരുവൻ, സ്നാനം 1, എല്ലാവർക്കും മീതെ എല്ലാവരും കൂടി വ്യാപരിക്കുന്ന എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, എല്ലാം വൺ സ്പിരിറ്റ്. ഞാൻ ചോദിക്കട്ടെ, ആദിമസഭയുടെ ഏറ്റവും വലിയ ടെസ്റ്റിമണി എന്തായിരുന്നെന്നറിയാം? നമ്മൾ പെന്തിക്കോസ്തുകാരായ നമുക്കറിയാവുന്ന ഏറ്റവും ഉപയോഗിക്കുന്ന വാക്യം, പരിശുദ്ധാത്മാവ് വന്നു, എല്ലാവരും അന്യഭാഷ സംസാരിച്ചു. പക്ഷേ ലൂക്കോസ് രേഖപ്പെടുത്തുന്ന വാക്യം ശ്രദ്ധിക്കണം. 2-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, സകലവും 44 വിശ്വസിച്ചവർ എല്ലാവരും. ആ ഒരുമിച്ച് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല. 4-ാം അധ്യായം 32 ആ ഒരുമയുടെ ലക്ഷണമുണ്ട്. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സൺഡേ വന്ന് എല്ലാവരും അടുത്തടുത്ത് ഇരുന്നു എന്നുള്ളതല്ല. 4:32 വിശ്വസിച്ചവരുടെ കൂട്ടം 100 പേരുണ്ട്, പക്ഷെ എത്ര ഹൃദയമുണ്ട്? ഏകഹൃദയം. 100 പേരുണ്ട്, എത്ര മനസ്സുണ്ട്? കാരണം എന്താ? ഒരുവൻ്റെ പ്രശ്നം മറ്റേ ആൾക്ക് അറിയാം. അതാ എൻ്റെ അർത്ഥം, ഏകഹൃദയം. എൻ്റെ പ്രശ്നം കർത്താവിൻ്റെ ദാസൻ ബിനു പാസ്റ്റർക്ക് അറിയാമെങ്കിൽ ഞങ്ങളുടെ ഹൃദയം എന്തുവായി? 1 ഹാർട്ട്. എൻ്റെ പ്രശ്നം കർത്തൃദാസൻ അറിയത്തില്ല എങ്കിൽ എത്ര ഹൃദയമുണ്ട് അവിടെ? 2 ഹൃദയമുണ്ട്. ചുമ്മാ ആത്മാവിൽ പാടുന്നു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒന്നായിട്ടില്ല. വാസ്തവത്തിലേ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇത് ആദ്യം നടക്കേണ്ടത് കുടുംബത്തിലാണ്, അല്ലേ? നിങ്ങൾ ഇനിയും 2 അല്ല 1 പറഞ്ഞ് ആശീർവദിച്ച് വിടുമ്പോൾ ഈ ഒരുമ 2 ഉടലാണെങ്കിലും ഒരു ഹൃദയമാകണ്ടേ. ഭോഷ്ക് അരുതാത്തത് പ്രാഥമികമായിട്ടും എവിടെ ആകണ്ടേ? ഫാമിലി. പക്ഷെ ആകാൻ ഒക്കുന്നുണ്ടോ? ഹസ്ബൻഡും വൈഫും നമുക്ക് മാസ്കുകളുണ്ടോ ഷെയർ ചെയ്യാത്ത? ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ, ഞാൻ എന്തോ കാരണവശാൽ മറന്നുപോയി, ഫോൺ സ്വന്തം ഭാര്യയ്ക്ക് പോലും ഓപ്പൺ ചെയ്യാനൊക്കാത്ത, ഇങ്ങനൊരു വര, ചിലർക്ക് പിന്നെ ഒരു നോട്ടമേ ഉള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ ഭോഷ്ക് എവിടോ ഉണ്ട്. ലൈ എന്ന് പറയുന്ന കാര്യം ഇറ്റ് സെപ്പറേറ്റ്സ് അസ് ഫ്രം പീപ്പിൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഗാർഡൻ ഓഫ് ഈഡനിൽ പാപം പ്രവേശിക്കും ആദ്യം അവർ ചെയ്തത് എന്താണെന്നറിയാം? ഗോയിങ് എവേ, സീക്രസി, ബിൽഡിംഗ് ഓൺ എ ലൈ. അതാ ദൈവം ചോദിക്കുന്നത്, വേർ ആർ യു? ബാ, നമുക്ക് സംസാരിക്കാം, നമുക്ക് നോക്കാം, നമുക്ക് ഹൃദയം പങ്കുവെക്കാൻ ഒക്കാതെ വരുമ്പോൾ, ഇന്നത്തെ ഹൃദയം ഞാൻ പറഞ്ഞില്ലേ, അത് വെളിയിലാണ്, ഫോണിലുണ്ട് ഹൃദയം എന്ന് പറഞ്ഞ അവയവം ഇല്ലെങ്കിലും ആ കയ്യിലിരിക്കുന്നതിനകത്തുണ്ട്. ഇതിന് ഇതുപോലും ഷെയർ ചെയ്യാൻ ഒക്കുന്നില്ല എങ്കിൽ വിശ്വാസികൾക്കെല്ലാം കൊടുക്കരുത്. അറ്റ്ലീസ്റ്റ് സ്വന്തം വൈഫിനെങ്കിലും ഒരു ആക്സസ്, ഫോണിലുള്ള ആപ്പുകളെല്ലാം വൈഫും അറിയണം എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അതൊരു വലിയ കവചമാണ് നമുക്ക് ചുറ്റിനും. അവിടെ വരുന്ന ഫോണുകളാകട്ടെ, അവിടെയുള്ള ചാറ്റുകളാകട്ടെ, അതാ ഈ വാക്യത്തിൻ്റെ അർത്ഥം. നാം തമ്മിൽ അവയവങ്ങളെന്ന് പറഞ്ഞാൽ, എടാ ഹസ്ബൻഡും വൈഫും ഒരു ദേഹമായി തീർന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഭോഷ്കിനി ഒക്കുവോ? അതേ കോൺസെപ്റ്റാണ് ചർച്ചിൽ. നാം എല്ലാവരും അവയവങ്ങളാണെങ്കിൽ പിന്നെ ഭോഷ്ക് പറയാൻ ഒക്കത്തില്ല. കാരണം ഭോഷ്ക് അവയവങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ്. കൈക്കിടെ കാര്യം കാലിനറിയത്തില്ലെങ്കിൽ ഇത് 2 തീർന്നു. ഇതൊരിക്കലും 1 വരാൻ ഒക്കത്തില്ല. ഇന്നത്തെ ഈ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത്, ടോയ് പാസ്റ്ററിനെ വിളിച്ചു വന്നു, കാര്യങ്ങളെല്ലാം ശരിയാ, പക്ഷേ
കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് വ്യക്തമായിട്ട് സംസാരിക്കാനുള്ള വാക്യമാണ് ഈ 4:25. ഭോഷ്ക് നമ്മളെ പിശാചിനെ പോലാക്കും. ഫാദർ ഓഫ് ലൈയുടെ ഫേസ് ആയിരിക്കും വരുന്നത്. ഓരോ ദിവസം കഴിയും തോറും രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. മോർ ലൈ ഫൈനലി ഒരു എംബോഡിമെൻ്റ് ഓഫ് സൈറ്റനായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ചിലരെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ചൂണ്ടിക്കാണിക്കത്തില്ലേ? ഇടപെടുന്നതൊക്കെ കൊള്ളാം, വിശ്വസിക്കല്ലേ പറയുന്നതൊന്നും. അവിശ്വാസികളെക്കുറിച്ചൊന്നും അല്ലെന്ന് ഇത് പറയുന്നത്, വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കാരണം വന്ന് മൊത്തം ഭോഷ്ക, സത്യമേ ഇല്ല. ഇന്നത്തെ ദിവസം ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ആ 4:25 അടിവരെ ഇട്ട് 5:1 ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സത്യം നമ്മളിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ തുറന്ന് ഏക ഹൃദയമുള്ളവരായി, ഏക മനസ്സുള്ളവരായി. വേറൊരാളുടെ പ്രശ്നം എൻ്റെ ന്യൂസ് അല്ല, വേറൊരാളുടെ ജീവിതത്തിൻ്റെ പ്രയാസം എനിക്ക് കൊട്ടിഘോഷിക്കാനുള്ള കാര്യമല്ല. ആ വേദന എൻ്റെ കണ്ണിൽ കണ്ണുനീര് കൊണ്ടിരുന്ന വേദനയാണ്. അതാണ് യഥാർത്ഥ ചർച്ച്, അതാണ് യഥാർത്ഥ കുടുംബം, അതാണ് യഥാർത്ഥ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൽ തന്നെ നിന്നാൽ നമുക്ക് താഴോട്ട് പോകാനൊക്കത്തില്ല. രണ്ടാമത്തെ കാര്യം നോക്കിക്കേ, 26 വാക്യത്തിൽ പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യാതിരുപ്പീൻ. ഈ പറയുന്നത് എന്താണ്? ആദ്യം പറയുന്നത് ഭോഷ്കാണ്. ഇറ്റ് വിൽ നോട്ട് മേക്ക് യു ലൈക്ക് ഗോഡ്, ഇറ്റ് വിൽ മേക്ക് യു ലൈക്ക് സൈറ്റൻ. രണ്ടാമത് പറയുന്നത് ആങ്കർ, കോപിച്ചാൽ എന്ന് പറഞ്ഞാൽ when you see between the lines, കോപം എന്നുള്ളതൊരു ഇമോഷനാണ്. ചിരി ഇമോഷൻ പോലെ. കോപം ഇല്ലാതെ, കോപിക്കാതെ ജീവിക്കാൻ ആർക്കെങ്കിലും ഒക്കുമോ എന്നെനിക്കറിയില്ല. ഞാനിവിടെ ഇപ്പം SABC സ്റ്റുഡൻസിൻ്റെ ചുമതലയാണുള്ളത്. അപ്പം സ്റ്റുഡൻസിനോട് ചില കാര്യങ്ങൾ മോഹം കോപത്തോടെ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. 7 മണിക്ക് അകത്ത് വരേണ്ടി ഒരു 8 മണിക്ക് ലാസ്റ്റ് വരുന്ന സമയത്ത് വേർ യു എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് റൈറ്റ് യൂസ് ഓഫ് ഇമോഷൻസ്. ആ സമയത്ത് ഞാൻ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം അവൻ 10 മണിക്ക് വരും. ആങ്കർ എന്നുള്ളതൊരു ഇമോഷനാണ്. റൈറ്റ് യൂസ് ഉണ്ട് ആ ഇമോഷന്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണിക്കുന്ന സമയത്ത് ആ ആങ്കറിൻ്റെ റൈറ്റ് യൂസ് ഉണ്ട്. മേലെ ഇനി അത് ചെയ്തേക്കല്ലേ, അത് കോപമായിരുന്നു, പക്ഷേ അത് റൈറ്റ് യൂസാണ്. ഇവിടെ പറയുന്നത് എന്തുവാ? ഇവിടെ പറയുന്നത് അൺറിസ്ട്രെയിൻഡ് ആങ്കർ, മനസ്സിൽ കൊണ്ട് നടന്ന് വിട്ടുകൊടുക്കാത്ത ആ ആങ്കർ. അതാരെ പോലെ ആക്കും എന്നെ? ദൈവത്തെ പോലല്ല, പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ പോലെ ആകത്തില്ല ഞാൻ. ഇമോഷൻ എൻ്റെ കയ്യിൽ കീഴ്പ്പെട്ടിരിക്കുന്നില്ല എങ്കിൽ, ചിലർ പറയുന്ന കേട്ടിട്ടുണ്ടോ, എന്നെ കോപിപ്പിക്കല്ലേ, എൻ്റെ കണ്ണ് പിന്നെ എനിക്ക് കാണത്തില്ല, അത് ഗ്രാൻഡ് ഫാദറിൽ നിന്ന് എനിക്ക് കിട്ടിയാന്ന് പറയും. അതാണ് ഈ പറഞ്ഞ സാധനം. വീണ്ടും ജനിച്ചെങ്കിലും കിട്ടിയതെല്ലാം വേറെയാണ്. വീണ്ടും ജനിച്ച ആടെ ഒന്നും കിട്ടിയില്ല. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തിൻ്റെ സൗമ്യതയും ശാന്തതയും കിട്ടിയില്ല. കോപം എന്തിനാ പറയുന്നത്? ഈ ഫുഡിനകത്തെ ഒരു ഉപ്പ് കൂടിപ്പോയാൽ, ചിലർ പറയുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ല, പ്ലേറ്റുകളൊക്കെ പറക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നല്ല വിശ്വാസിയാണ് ചർച്ചിൽ. ബട്ട് അതല്ലേ ഇന്നാളൊരു ഫ്യൂണറലിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞേ, ഫ്യൂണറലല്ലേ നമ്മൾ ഈ ഘോഷിക്കുന്ന സമയം. ഇല്ല, നിഗ്രഹമായിരുന്നു, ചർച്ചിലെ നടുംതൂണായിരുന്നു അച്ഛൻ. ആൻറ്റി തുറന്നു നോക്കുക, എൻ്റെ അച്ഛനാന്നോ? ചർച്ചിൽ കയറാത്ത, ദശാംശം കൊടുക്കാത്ത ഈ അച്ഛൻ. കാരണം അവസാനം എല്ലാവരും കൂടെ ഒന്ന് വാഴിച്ച് വിശുദ്ധീകരിച്ച് മേളിലോട്ട് വിടുകയാണ്, നമ്മുടെ ഇടയിൽ പോലും. അതെല്ലാം ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഈ 4:26 പറയുന്ന ആങ്കർ, അൺകൺട്രോളബിൾ, അൺറിസ്ട്രെയിൻഡ്, അൺഡെൽറ്റ് ആങ്കർ ഇഷ്യൂസ്. ചിലർ അതിൻ്റെ ഉള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നത് 100ൽ നിന്ന് തിരിച്ചെണ്ണ, 100, 99, 97, അത് മറക്കട്ടെ. ഇതൊന്നും അല്ല.
ഈ പുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. ഹോളി സ്പിരിറ്റിനാൽ നിറയുമ്പോൾ ആങ്കർ എന്ന ഇമോഷൻ എൻ്റെ കൺട്രോളിലാകുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് 6-ാമത്തെ അധ്യായത്തിൽ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 4-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. നിങ്ങൾ എപ്പോഴും അടുത്ത് അങ്ങ് വായിക്കുക, അതാണ് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞു നിർത്തുന്നതിൽ നിന്ന് നിങ്ങൾ അടുത്ത വാക്കിലോട്ടങ്ങ് പോവാണ്. അപ്പോൾ ഈ മക്കളെ കോപിപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്ന്. നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്ത് അവസാനം അവൻ്റെ ഇമോഷൻസ് അവൻ്റെ കൈവിട്ടു പോകും. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കും ഇമോഷൻസ് ഉണ്ടെന്ന്. അതിൽ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് അവരെ ദൈവം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പക്ഷേ ഈ ഇന്നാളീ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ വലത്തുകാല് വെച്ച് കയറി കഴിഞ്ഞാൽ താമസിക്കാനാണോ വന്നേ? ഇടത്തുകാല് വെച്ച് കയറി വന്നാൽ ഇത് മുടിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? അപ്പം ഏത് രണ്ട് കാലും പ്രശ്നമാണ്. ഇതുപോലെ ചില വീടുകളിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവിടോട്ടിരിക്കാൻ നോക്കുമോ, നീ ഇവിടെ ഇരിക്കുവാണോ? കിടക്കാൻ നോക്കുമോ, നീ കിടക്കുവാണോ? പുസ്തകം വെച്ചോണ്ടിരുന്നാൽ എപ്പോഴേനും ബൈബിൾ വായിക്കുന്നത്, എല്ലാത്തിനും പ്രശ്നം. അവസാനം ഇമോഷൻ കയ്യിൽ നിന്ന് പോകും. ഇമോഷൻ ഇവരുടെ കയ്യിൽ നിന്ന് പോയി 4:26 പോലായി ആങ്കർ ഇഷ്യൂസ് ആവും. അതും മാതാപിതാക്കൾക്കെതിരെയാവും, ചർച്ചിനെതിരെയാവും. ഇതെല്ലാം വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക്. അവരുടെ ഇമോഷൻസ് കൺട്രോളിലാക്കി നിർത്തേണ്ടത് നമ്മളാണ്. അതുപോലെ ചർച്ചിൻ്റെ അന്തരീക്ഷത്തിൽ ആങ്കർ, ഭോഷ്ക് പോലൊരു ഇഷ്യൂ ആണ് ആങ്കർ. ചിലരുടെ ആങ്കർ വാക്കുകളിൽ വരത്തില്ല, ചിലരുടെ ആങ്കർ മൗനത്തിലാണ് വെളിപ്പെടുന്നത്. പിന്നെ ആളൊന്നും പറയത്തില്ല. അപ്പോഴേ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം അറിയാം ആൾ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ എടുപ്പിലൂടെ കണ്ടോണം. വണ്ടി ഒരൊറ്റ എടുപ്പെടുക്കും. അപ്പം നോക്കി നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലായി ദേഷ്യമായിപ്പോയി കേട്ടോ. ചിലർ പറയും, ചിലർ വണ്ടിയൊക്കെ അവർക്കറിയാം, വണ്ടി സൂക്ഷിച്ചില്ല എൻ്റെ ക്ലച്ച് പോകുന്ന അവർക്കറിയാം. അവരത് അപ്പം തന്നെ നിന്നുകൊണ്ട് പറയും. ചില ഇതൊന്നും പറയത്തില്ല, വേറെ രീതി കാണിക്കും. പക്ഷെ ഇതെല്ലാം എന്നെ ദൈവത്തെ പോലെ അല്ല ആക്കുന്നത്, എന്നെ പിശാചിനെ പോലെ ആക്കുന്നത്. ആങ്കർ ഈസ് എ ഗുഡ് ഇമോഷൻസ് if we are able to control it, if we can use it in the right way. If there is no control over anger, you are gone. നമ്മുടെ ഫേസ് will look like Satan. അതാ ദൈവം പറയുന്നത്, പ്രിയ മക്കൾ എന്ന പോലെ എന്നെ പോലെ ഇരിക്കണേ. പിശാച് അൺകൺട്രോളബിൾ ആങ്കർ ഉള്ള ആളാണ്. ഭൂതഗ്രസ്തന്മാർ ചെയ്തത് എന്തോ ആണ്? അവരെ തന്നെ മുറിവേൽപ്പിച്ച് ദേഷ്യപ്പെട്ട് ഭൂതം കയറുമ്പോഴാണെന്ന അൺകൺട്രോളബിൾ അൺറെസ്ട്രെയിൻഡ് ആങ്കർ വരുന്നത്. മൂന്നാമത്തെ കാര്യം നോക്കിക്കേ, ഇപ്പോൾ തന്നെ ഒത്തിരി ആയോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഭോഷ്ക് കഴിഞ്ഞു, ആങ്കർ കഴിഞ്ഞു. ഈ രണ്ട് കാര്യം കഴിഞ്ഞിട്ടാണ് ആ 27-ാം വാക്യത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പം ഈ ആദ്യത്തെ രണ്ട് കാര്യം എന്തുമായിട്ടാണ് ബന്ധം? ഈ ഭോഷ്കും ഈ കോപവും പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ ചുറ്റിനും നിൽക്കുകയാണ് ഒരു തക്കം വാർത്താകത്തോട്ട് കയറാൻ. പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഏതെങ്കിലും മതത്തിൻ്റെയോ അമ്പലശക്തിയോ ഒന്നുമല്ല. ഇവിടെ പറയുന്ന എൻ്റെ സ്വഭാവം, ഭോഷ്ക് എന്നുള്ളതും ആങ്കർ എന്നുള്ളതിലൂടെയും പിശാചിനൊരു സ്വാധീനം എന്നിൽ വരികയാണ്. മൂന്നാമത് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അപ്പം ചർച്ചിൽ ആരുണ്ട്? നിങ്ങൾ രണ്ട് അതാ എനിക്കറിയാം, നമ്മുടെ ആൾക്കാർ നല്ല സ്മാർട്ടാണെന്നുള്ള രണ്ടർത്ഥവും പറഞ്ഞു നിങ്ങൾ. ചർച്ചിൽ ആരുണ്ട്? മുട്ടുള്ളവരും ഉണ്ട്, കറക്റ്റാ. പക്ഷേ ചർച്ചിൽ ആരുമുണ്ട്? കള്ളന്മാരും ഉണ്ട്. രണ്ടുമില്ലേ? രണ്ടും ഉണ്ട് ആ വാക്യത്തിൽ. അപ്പോൾ ഈ പ്രശ്നം ഇതാണ്, ആരാ ഈ കള്ളൻ? കള്ളൻ ഇനി കക്കാതെ, നമുക്കറിയാവുന്ന കള്ളൻ
രാത്രിയിൽ 2 മണിക്ക് തലയിൽ കൂടെ തോർത്തു വിട്ട് എണ്ണയും തേച്ച് വരുന്ന കള്ളനാണ്. ഇവിടെ പറയുന്ന കള്ളൻ ആരാ? ഇവിടെ പറയുന്ന കള്ളൻ മനസ്സിലാക്കണമെങ്കിൽ ആ വാക്യം തന്നെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ആരാ ഈ കള്ളൻ? കള്ളൻ ഇനി കക്കാതെ. എവിടുന്ന് ഈ മോഷ്ടിച്ച കാര്യമാണ് പറയുന്നത്? എവിടുന്നാണ് ഈ പുള്ളി എടുത്തത്? നോക്കി. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ. ആഹാ, അപ്പൊ കക്കാതിരുന്നാൽ എന്തുവാ നടക്കുന്നേ? ദാനം. അപ്പൊ ദാനം ചെയ്യാതിരിക്കുന്ന എന്തുവാ? കക്കുക. കള്ളൻ ഇനി കക്കാതെ. ആരാ കള്ളൻ? Those who don't share their resources with others, they are equal to thieves. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കർത്താവേ, കാരണം എഫെസസിൽ ആരും മോഷ്ടിക്കാൻ പോയിട്ടില്ല. എഫെസസ് ചർച്ചിൽ നിന്ന് ആരെങ്കിലും രാത്രിയിൽ ഇറങ്ങിയോ മോഷ്ടിക്കാൻ? ഇല്ല. ആ വാക്യത്തിൽ തന്നെയുണ്ട്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ, മുട്ടുള്ളവന് കൊടുക്കാനുള്ള പൈസ കയ്യിലുള്ളപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നത് ഇറ്റ്സ് ഈക്വൽ ടു തെഫ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, പിന്നെയും ആദിമസഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യം എന്തായിരുന്നു? മുട്ടുള്ളവർക്ക് സ്വന്തം സ്ഥലം വരെ വിറ്റുകൊടുത്തെന്ന്. ബർന്നബാസ് എന്ന പ്രബോധനപുത്രൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് ആവശ്യക്കാർക്ക് കൊടുത്തു. ഏതാ യഥാർത്ഥ ചർച്ച്? മാസ്ക് ഇല്ലാത്ത ആളുകൾ. ഏതാ യഥാർത്ഥ ചർച്ച്? ആങ്കർ ഇഷ്യൂസ്, എല്ലാവരുടെയും ആങ്കർ കൺട്രോളാണ്. ഏതാ യഥാർത്ഥ ചർച്ച്? അവിടെ കള്ളന്മാരില്ല. അവിടെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ ആത്മാവ് അവരുടെ ഉൾപ്രേരണ കൊടുക്കുന്ന ആ സമൂഹം. സാധാരണ എല്ലാവരും ലോകത്തിൽ പറയുന്നത്, എടാ ഞാൻ അധ്വാനിക്കുന്ന പൈസ എൻ്റേതാടാ, ദിസ് ഇസ് മൈ ഹാർഡ് ഏൺഡ് മണി, മൈ പെയിൻ ഈസ് മൈ ഗെയിൻ, ഇറ്റ് ഷുഡ് ബി മൈ ഗെയിൻ. But what is God's principle? God's principle is one of sacrifice, selfless, giving. പ്രിയ മക്കൾ എന്ന പോലെ ആരെ പോലാകണം? ദൈവത്തെ പോലാകണം. ദൈവത്തെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഔദാര്യമായി കൊടുക്കുന്ന, പരിമിതികളില്ലാതെ കൊടുക്കുന്ന ആ ദൈവം, പുത്രനെ കൊടുത്ത ആ സ്വഭാവം, ആ ക്വാളിറ്റി. ഇപ്പം ഞാൻ ഒരാളുടെ ആവശ്യം കേട്ടിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട്, സൗര ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഇത് കള്ളനാണെന്ന്. കള്ളൻ്റെ വാക്കാത്. 1 യോഹന്നാനിൽ അത് തന്നെ ഉണ്ടോ? ഈ പറഞ്ഞ അതേ വാക്കുണ്ടെന്ന്. മുട്ടുള്ളവനെ കണ്ടിട്ട് ഐ വിൽ പ്രേ ഫോർ യു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ലൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ആർ സ്റ്റീലിംഗ് ദാറ്റ് പേഴ്സൺസ് മണി. നാളൊരിക്കൽ ഒരു ചർച്ചിൽ നടന്ന കാര്യം ഞാൻ കേട്ട് അത് ഞാൻ പിന്നെയും ചിന്തിച്ചു പലപ്പോഴും. ഇങ്ങനെ പ്രാർത്ഥിക്കുക, നമുക്കടുത്തൊരു ആവശ്യത്തിൻ്റെ മുഖത്തിരിക്കുകയാണ്, കർത്താവ് അതിനുള്ള വഴികൾ കൊടുക്കണം. അപ്പോൾ ആ സംഘടനയുടെ പ്രസിഡൻ്റ് അതിനകത്തുണ്ടായിരുന്നു. പ്രസിഡൻ്റ് ഈ പ്രാർത്ഥന കേട്ടാകെ അസ്വസ്ഥനായി പറഞ്ഞു, പ്രാർത്ഥന നിർത്ത്, എല്ലാവരും വാളറ്റ് തുറക്കാൻ പറഞ്ഞു. ഈ ആവശ്യത്തിനുള്ള പൈസ ദൈവം നമ്മുടെ തന്നിട്ടുണ്ട്, എല്ലാം കൊടുക്കും, പ്രാർത്ഥന നിർത്താൻ പറഞ്ഞു. അപ്പോൾ തന്നെ പ്രാർത്ഥന നിർത്തി പൈസയും വന്നു. അത്ര അങ്ങ് ജാഗരിച്ച് മുട്ടിട്ട് എന്ന് പറഞ്ഞാൽ പേഴ്സ് അനങ്ങാനൊക്കാതെ വരുമ്പോഴാണ് ഈ ശബ്ദം കൂടുന്നത്. കയ്യിലുണ്ട്, ഈ ആവശ്യത്തിൻ്റെ കൊടുക്കണമേ, ബില്ലിൻ്റെ കാര്യം, വസ്തുവിൻ്റെ കാര്യം കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലാത്ത ചോദിക്കത്തില്ല. നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ടെങ്കിൽ, പ്രയർ is a medium where we connect with God. പക്ഷേ പ്രാർത്ഥന ഒരു എക്സ്ക്യൂസാക്കി മാറ്റരുത് കൊടുക്കുന്നതിന്. നമ്മളെല്ലാവരും ഓടി നടന്ന് പറയാം, ഞാൻ പ്രാർത്ഥിച്ചോളാം. അത് കള്ളനാണെന്നാണ് 4:28 പറയുന്നത്. 3 കാര്യം പഠിച്ചു. 4-മത്തെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സമയവും എനിക്ക് ഇത്രയും തന്നെ സംസാരിക്കാൻ ഞാൻ വാസ്തവത്തിൽ ചിന്തിച്ചില്ല. സംസാരിച്ച് ഇത്രയും ആയി. ഇപ്പം 4-മത്തെ കാര്യം ഒന്ന് നോക്കിയേ. 29-മത്തെ വാക്യത്തിൽ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും
നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അതിനകത്തെ ഒരു പ്രധാന വാക്കെന്ന് പറയുന്നത് 2-3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളെങ്കിലും അതിനകത്തുണ്ട്. ഒന്ന്, എഡിഫയിങ് ആയിരിക്കണം നമ്മുടെ വാക്കുകൾ. എഡിഫയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മലയാള വാക്ക് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച കേൾക്കുന്നവ കൃപ ലഭിക്കേണ്ടതിന് എന്നുള്ള വാക്കാണ് മലയാളത്തിൽ. വാട്ട് ഈസ് ഹെൽപ്ഫുൾ ടു ബിൽഡ് അതേഴ്സ്? കൃപ ലഭിക്കേണ്ടതിന്. എന്നോട് ഒരാൾ സംസാരിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് കൃപ ലഭിക്കണമെന്ന്. ആ വാക്ക് എവിടുന്ന് വരുന്നതെന്നറിയാം? മാലാഖ മറിയയോട് സംസാരിച്ചപ്പോൾ കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ച് സംസാരിച്ചതുപോലെ അന്യോന്യ കോൺവെർസേഷൻ, സഭയിൽ ഒരാൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി എഡിഫയിങ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യുന്ന. അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ വാക്യത്തിൽ എഡിഫയിങ് ആയിരിക്കണം. ആവശ്യം പോലെ എന്നൊരു വാക്ക് അവിടെ കണ്ടോ? മലയാളത്തിൽ കണ്ടോ? കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ എന്ന് പറഞ്ഞാൽ ടൈംലി ആയിരിക്കണം വേർഡ്. എന്ത് എപ്പോൾ പറയണമെന്നുള്ളത് ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. കൂടെ നിൽക്കുമ്പം പറയേണ്ട കാര്യമുണ്ട്, പേഴ്സണലി പറയേണ്ട കാര്യമുണ്ട്. ആ ഒരു വിസ്ഡം, ഭോഷ്കരുത്, ആങ്കർ അരുത്, കള്ളത്തരം കാണിക്കരുത്. 4ാമത് പറയുന്നത് വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? കൃപ ലഭിക്കണം വേറൊരാൾക്ക്, ടൈംലി ആയിരിക്കണം, ആവശ്യം പോലെ, ആവശ്യാനുസരണം, വിസ്ഡത്തോടെ വേണം സംസാരിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ആ വാക്യത്തിൽ, അത് ഗ്രേഷ്യസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പറയുന്ന സത്യമാണെങ്കിലും അത് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. നമ്മളോടൊക്കെ സംസാരിക്കുന്നവർ തിരിഞ്ഞു പോകുമ്പോൾ ഏത് ലെവലിലാണ് പോകുന്നതെന്നുള്ളത് അവർക്കറിയാം. നമ്മളോട് ആൾക്കാർക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇന്നു മുതലൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ വെട്ടം കാണുമ്പോഴേ ആൾക്കാർ തിരിഞ്ഞു പോവുകയാണോ ചെയ്യുന്നത്, അതോ കൈ തന്ന് സംസാരിക്കുകയാണോ? ചിലരുടെ സംസാരം അനാവശ്യ ടെൻഷനാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത്. അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി വലിയ ഒരു ഇതിലേക്കാണ് വരുന്നത്. കാരണം കൃപ ലഭിക്കേണ്ടതിനുള്ള സംസാരത്തിന് പകരം അനാവശ്യ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ഡിസ്ട്രക്റ്റീവ് ടോക്സ്, കൺസ്ട്രക്റ്റീവ് അല്ല, ഡിസ്ട്രക്റ്റീവ് ടോക്സ്. അപ്പോൾ ദൈവത്തെ പോലെ ആകണം. ഏതിലാകണം? ഇതിൽ, സംസാരത്തിൽ. അൺഹോൾസം എന്ന വാക്ക്, ദർ ഷുഡ് നോട്ട് ബി അൺഹോൾസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഇതാ: റോട്ടൺ, അളിഞ്ഞ, നാറ്റമുള്ള സംസാരം വേണ്ട. ടൈംലി, എഡിഫയിങ്, ഗ്രേഷ്യസ് ടോക്ക് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരണം. 5ാമത്തെ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ടോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് 30ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദുഃഖം വരുന്നത്? എൻ്റെ അന്യഭാഷ കുറയുമ്പോഴല്ല, എൻ്റെ മാതൃഭാഷ കൃപയില്ലാത്തതായി മാറുമ്പോൾ, അത് നാറ്റമുള്ളതായി മാറുമ്പോൾ ഹി ഈസ് ഗ്രീവ്ഡ്. എപ്പോഴാണ് പിശാചിന് ഇടം വരുന്നത്? മാസ്ക് വെച്ച് ഞാൻ നടക്കുമ്പോൾ, അൺകൺട്രോളബിൾ ആങ്കർ ഉള്ളപ്പോൾ പിശാചിന് ഇടം വന്നു എന്ന് 4-ാം അധ്യായം 29 പറഞ്ഞതുപോലെ 4:30 ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവസാനമായി പറയുന്നത് എന്താ നോക്കിയേ, 31ാമത്തെ വാക്യം. 31ാമത്തെ വാക്യം ഇന്ന് ഞാൻ രാവിലെ അത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം അതിനകത്ത് കണ്ടത് ഞാൻ നിങ്ങളോട് പറയാം. ആത്മീക വളർച്ചയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ? ആത്മീയ വളർച്ചയുടെ അടയാളങ്ങൾ എന്താ? ഒരുപക്ഷെ പ്രാർത്ഥനാ സമയം കൂടുന്നതായിരിക്കാം, മെഡിറ്റേഷൻ ടൈം കൂടുന്നതായിരിക്കാം, നമ്മുടെ സംസാരത്തിൻ്റെ നിയന്ത്രണമായിരിക്കാം. നമ്മളൊരാളെ നോക്കി ആത്മീയമായിട്ട് നല്ല വളർച്ചയുണ്ട് ഈ ദിവസങ്ങളിൽ എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കാം. പൗലോസ് വിശ്വാസികളോട് പറയുകയാണ്, ആത്മീയ വളർച്ച പോലെ പിശാച് നമ്മുടെ ഉള്ളിൽ വളരാം. ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിൻ്റെ ഉദാഹരണമാണ് 31. പിശാച് വളരാമോ? നോക്കി 31 ആദ്യം പറയുന്നത് കയ്പ് വളർന്നെന്തോ ആകും? കോപം വളർന്നെന്തോ ആകും? ക്രോധം. ഒരു വളർച്ച കാണുന്നുണ്ടോ? സ്പിരിച്വൽ പ്രോഗ്രസ് പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൈറ്റാനിക് ക്യാരക്ടർ വിൽ ഗ്രോ ഇൻ അസ്. ഒരു കയ്പിലായിരിക്കും തുടങ്ങുന്നത്. കയ്പെന്ന് പറഞ്ഞാൽ ഇൻവേർഡാണ്, അത് വെളി വന്നിട്ടില്ല. ജസ്റ്റ് ഒരു കാര്യം,
എൻ്റെ പേരന്ന് വിട്ടുപോയി. ഒരു കയ്പ്. ആ കയ്പ് വരുന്നത് കോപത്തിലേക്കാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അൺകൺട്രോളബിൾ കോപം വീട്ടിൽ പോകുമ്പോഴും പറയുന്നതെല്ലാം പറയും. ക്രോധം എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസിൽ ലെവല് വിട്ട് പെരുമാറുന്നതാണ് ക്രോധം. ദർ ഇസ് എ പ്രോഗ്രഷൻ, ദർ ഇസ് എ ഗ്രോത്ത്. ആത്മീക വളർച്ച ഉള്ളതുപോലെ പിശാചിൻ്റെ സ്വഭാവം എന്നിൽ വളരും. ഞാൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ കോപം ക്രോധമായിട്ട് മാറും. എന്നിട്ട് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത 3 കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഈ ക്രോധം വഴിവെക്കുന്നത് കുറ്റാരവത്തിലേക്കാണ്. കയ്പും കുറ്റാരവും തമ്മിലുള്ള ദൂരം 6 മാസം കാണും ചിലപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കയ്പെന്ന് പറയുന്നത് ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ഭാര്യയോടും പോലും പറഞ്ഞില്ല. പക്ഷേ ഈ കയ്പെന്നിൽ വളർന്ന് കോപമായി, കോപം എന്നിൽ വളർന്ന് ക്രോധമായി, ക്രോധം കുറ്റാരവത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ വളർന്നുകൊണ്ടിരിക്കുക, എൻ്റെ മോഹം രൂപാന്തരപ്പെടുക. ആരെ പോലെ? പിശാചിനെ പോലെ എന്നുള്ളതേ ഉള്ളൂ. ആ കുറ്റാരവം എന്തിലേക്ക് വരുമെന്നറിയാമോ? ദൂഷണം. എന്തുവാ ദൂഷണം? കയ്പും ദൂഷണവും തമ്മിൽ എന്ത് ദൂരമുണ്ടോ ഒന്ന് ചിന്തിച്ചേ. എനിക്കിന്ന് നിങ്ങളിൽ ആരോടെങ്കിലും ഒരു കയ്പുണ്ട്, നിങ്ങൾ ആരും അത് തിരിച്ചറിയത്തില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് പോത്തേ ഉള്ളൂ. പക്ഷേ ദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങും. അറിഞ്ഞായിരുന്നോ? ഇതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നോ? ഇതാ ദൂഷണം. ആരെന്നിൽ വളർന്നു? ദൈവമല്ല, പിശാചെന്നി വളർന്നു. ഞാനൊരിടം കൊടുത്തു, കയ്പിൻ്റെ ഇടം. ആ ഇടം കയ്പ് കോപമായി വളർന്നു, കോപം ക്രോധമായി വളർന്നു, ക്രോധം കുറ്റാരവുമായിട്ട് മാറുന്നു, കുറ്റാരവം ദൂഷണമായി മാറുന്നു. അവസാനം പറയുന്നത് സകല ദുർഗുണവുമായി. എന്നിട്ട് അടുത്ത വാക്കാ എന്തുവാ? 5-1 ആകയാൽ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. കാരണം മറ്റേ വശത്ത് ആര് നിൽക്കുക? പിശാച് നിൽക്കുക. ജോ എന്ന വ്യക്തിയെ പിശാചിനെ പോലെ ആക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ നിൽക്കുക. എന്നിൽ മാസ്ക് ഉള്ളപ്പോൾ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്ന് ഷെയർ ചെയ്യാൻ വയ്യാതെ ഞാൻ സഭയെ, ഞാൻ കൂട്ടു സഹോദരന്മാരെ വഞ്ചിക്കുമ്പോൾ, ഞാൻ കോപമായി പെരുമാറുമ്പോൾ, ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ, എൻ്റെ സംസാരം നാറ്റമുള്ളതായി മാറുമ്പോൾ, ഈ അവസാനം പറയുന്ന പോലെ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദുർഭാഷണവും സകല ദുർഗുണവും എന്നീ വരുമ്പോൾ ഞാൻ പിശാചിൻ്റെ ഒരു രൂപമായി നടക്കുക. വെള്ള ഷർട്ട് കാണും, പക്ഷേ പിശാചിൻ്റെ രൂപമാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ആകയാൽ പ്രിയ സഹോദരന്മാരെ, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. ദൈവത്തെ അനുകരിക്കുമ്പോൾ ഭോഷ്ക്ക് പോയി ജനറോസിറ്റി വരുന്നു, കാൻഡിഡ് ആ ട്രാൻസ്പെറൻസി വരുന്നു, ഷെയർ ചെയ്യാൻ ഏക ഹൃദയമാകാൻ കഴിയുന്നു. അതാണ് പ്രിയ ദൈവമക്കളെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. ദൈവം ഈ നസറേത്ത് അസംബ്ലി ഓഫ് ഗോഡ് സഭയെ ഈ ഒരു ദേശത്ത് ഇങ്ങനെ എഴുന്നേൽപ്പിച്ചതിൻ്റെ പിമ്പിലുള്ള ഉദ്ദേശമായി ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് ഇത് തുടങ്ങുന്ന സമയത്തുള്ളതുപോലെ അല്ല ഇപ്പോൾ ഈ ചുറ്റിലും ഉള്ള കാര്യങ്ങൾ. എന്ത് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ നടക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ച്, പലരും ഓടി നടക്കുക റെൻറ്റിന് വേണ്ടി. ഇതൊന്നുമില്ല, നമ്മുടെ ഓൺ ഒരു കെട്ടിടം. എന്തിനാ ഇതെല്ലാം? ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, കപടതകളില്ലാത്തൊരു കൂട്ടമായി, അൺറിസ്ട്രെയിൻഡ് ആങ്കർ ഇല്ലാത്തൊരു കൂട്ടമായി, വൺ ബോഡി. ഈ ദേശത്തിലുള്ളവർ കാണണം വൺ ബോഡി. എൻ്റെ പ്രശ്നങ്ങൾ പോയി പറയാൻ ഒക്കുന്ന സ്ഥലം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളായി തീരാൻ ഒക്കും. ആ സഭയിൽ ചെന്നാൽ വേഷം കെട്ടൽ അവിടെ ഇല്ല. അവിടെ ചെന്ന കൃപ ലഭിക്കും. അവിടെ ചെന്നാൽ ഉള്ള ആത്മീയം പോവല്ല, അവിടെ ചെന്നാൽ കൃപ ലഭിക്കും. അവിടെ ഈ പറയുന്ന പോലെ ദുർഭാഷണമല്ല കേൾക്കുന്നത്. അവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അവരെല്ലാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന കൂട്ടമാണ്. ഇതാ പ്രിയ ദൈവമക്കളെ നസറേത്ത് ഏജിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം. അതങ്ങനെ തന്നെയാണോ എന്നുള്ളത് ആര് ശോധന ചെയ്യണം? അവരവർ. നമ്മൾ ആരെയും ശോധന ചെയ്യേണ്ട, നമ്മളെ തന്നെ ശോധന. ഞാൻ ഈ ദൈവത്തിൻ്റെ സ്വപ്നത്തിനൊരു തടസ്സമാണോ കർത്താവേ? അതോ ഞാൻ, എൻ്റെ കുടുംബം ഈ ദൈവത്തിൻ്റെ സ്വപ്നത്തിന്, യെസ് വി ആർ പാർട്ട് ഓഫ് ഗോഡ്സ് ഡ്രീം. ഞങ്ങളെല്ലാവരും ഈ സഭയെക്കുറിച്ച് ഉള്ള ഞങ്ങളുടെ സ്വപ്നവും ഇത് തന്നെയാണ്. അങ്ങനായി മാറണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ചർച്ചിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. ദൈവമായ കർത്താവ് ഈ വചനത്താൽ നമ്മളെല്ലാവരെയും ശുദ്ധീകരിക്കുകയും പണിയുകയും നിത്യതയുടെ കാഴ്ചപ്പാട് നമ്മളിൽ വർദ്ധിക്കുന്നതിന്
ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന ഗാനത്തിൻ്റെ വരികൾ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ള ഗാനത്തിൻ്റെ വരികളൊന്ന് ചേർന്ന് പാടാം. കർത്താവദാസൻ